തീയതി തിങ്കളാഴ്ച അതിദാരുണമായി സഖാവ് SFI പ്രവർത്തകൻ കൊല ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇടുക്കി ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ 4ാം വർഷ വിദ്യാർത്ഥിയായിട്ടുള്ള ധീരജാണ് കൊല ചെയ്യപ്പെട്ടത്. കൊന്നത് വളരെ വ്യക്തമാണ്. പുറത്തുനിന്നുള്ള ക്യാമ്പസ് വിദ്യാർത്ഥികളല്ലാത്ത യൂത്ത് കോൺഗ്രസും KSUവും ചേർന്നാണ് കൊലപാതകം നടത്തിയത്. ആ കൊലപാതകം വിദ്യാർത്ഥി എന്ന് പറഞ്ഞാൽ ആ ക്യാമ്പസിലെ ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥിയാണ്. ഇന്നലെ സഖാവിന്റെ മൃതശരീരവുമായി ക്യാമ്പസിലെത്തിയത് അവിടെ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികൾ അതീവ ദുഃഖത്തോടു കൂടിയിട്ടാണ്. മുഴുവൻ ആളുകളും, അവിടുത്തെ അധ്യാപകരും മറ്റ് ജീവനക്കാരും ഉൾപ്പെടെ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് സഖാവിനെ യാത്രയാക്കി. അവസാനം പോലും തങ്ങളുടെ പ്രിയ സുഹൃത്തിനെ അവിടുന്ന് കൊണ്ടുപോകരുത് എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുകയും പലരും ബോധരഹിതരായി ായിട്ടുള്ള ഒരു വിദ്യാർത്ഥിയുമായിരുന്നു ധീരജുമായി അല്ലെങ്കിൽ അവിടുത്തെ മറ്റ് SFI സഖാക്കളുമായിട്ടുള്ള മുൻവൈരാഗ്യം എന്ന് പറയത്തക്കതായിട്ടുള്ള അവിടെ ഇല്ല എന്നുള്ളതാണ്. കാര്യമായ ഒരു സംഘർഷം പോലും അവിടെ ഉണ്ടായില്ല. കുറച്ചുപേർ പുറത്തുനിന്ന് വരുന്നു. ക്യാമ്പസിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വോട്ടെടുപ്പ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങും. കഴിഞ്ഞ കുറെ നാളുകളായി വയനാട് എഞ്ചിനീയറിംഗ് കോളേജ് എന്ന് പറഞ്ഞാൽ SFI ആണ് തുടർച്ചയായി ജയിച്ചുകൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വരുന്ന വഴിക്കാണ് സഖാക്കളെ തടഞ്ഞു നിർത്തുന്നത്. തടഞ്ഞു നിർത്തി കൊലപ്പെടുത്തുകയാണ്. ഒറ്റ കുത്തിന് കൊലപ്പെടുത്തുകയാണ്. നെഞ്ചിലേക്ക് ആഴ്ന്നിറങ്ങിയിട്ടുള്ള ഒരു കുത്താണ്. ഹൃദയത്തെ തകർത്ത, ഹൃദയ അറകളെ തകർത്തിട്ടുള്ള ഒരു കുത്താണ് സഖാവ് ധീരജിന്റെ മരണത്തിലാക്കുന്നത്. അത് വളരെ അടുത്തുള്ള മെഡിക്കൽ കോളേജിലേക്ക് എത്താനുള്ള സമയം പോലും ഉണ്ടായില്ല. അതിനു മുമ്പ് മരണം സംഭവിക്കുമെന്ന് ഉറപ്പാക്കുന്ന നിലയിലുള്ള കുത്താണ് നടന്നത്. സഖാവിന്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റാളുകൾക്കും പരിക്കേറ്റത്. 2 പേർക്ക് കുത്തേറ്റുന്ന ഗതിയുണ്ടായി. സഖാക്കൾ അഭിജിത്തിനും അമലിനും ഇതിനിടയിൽ കുത്തേറ്റു. അവർ കൃത്യമായി അത്തരത്തിൽ ആഴത്തിലേക്ക് മുറിവ് ആ സമയത്ത് ഏൽക്കാതിരുന്നതിനാൽ മാത്രമാണ് അവർ ഇന്ന് ജീവനോടെ ഇരിക്കുന്നത്. ഗുരുതരമായിട്ടുള്ള അവസ്ഥ ഇന്ന് തരണം ചെയ്യപ്പെട്ടു. എല്ലാവർക്കും ഏറ്റ കുത്ത് ഇടനെഞ്ചിലാണ്, ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്ന നിലക്കാണ് എന്നുള്ളതാണ് കൃത്യമായിട്ടുള്ളത്. ഇത്തരത്തിലുള്ള കൊലപാതകം മുമ്പ് നടത്തിയിട്ടുള്ളത് കേരളത്തിൽ SDPI ആണ്. SDPI മുമ്പ് സഖാവ് അഭിമന്യുവിനെ 2018 ജൂലൈ മാസം 1 അർദ്ധരാത്രി കൊലപ്പെടുത്തുന്നത് സമാനമായിട്ടുള്ള രീതിയിൽ ഒറ്റ കുത്തിന് തീർക്കുന്ന നിലക്കായിരുന്നു. അവിടെയും തൊട്ടടുത്ത ആശുപത്രിയിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ സഖാവ് മരണപ്പെട്ടു. അന്ന് കുത്തേറ്റ അർജുനും, അഭിമന്യുവിനൊപ്പം കുത്തേറ്റ അർജുനും സമാനമായിട്ടുള്ള കുത്താണ് ഏറ്റത്. അർജുൻ രക്ഷപ്പെട്ട ആളാണ്. ഈ കുത്ത് SDPI അടക്കമുള്ള സംഘടനകൾ പരിശീലിക്കുന്നതാണ്. നേരത്തെ മുതൽ തന്നെ RSSുമായി അഭേദ്യമായ ബന്ധമാണ് ഇപ്പോഴത്തെ KPCC പ്രസിഡന്റും അതുപോലെ തന്നെ കോൺഗ്രസിനുള്ളത്. എനിക്ക് തോന്നിയാൽ ഞാൻ RSSലേക്ക് പോകുമെന്ന് പരസ്യമായി പറഞ്ഞ ആളാണ്. അതിന് മറ്റാരുടെയും അനുവാദമോ സർട്ടിഫിക്കറ്റോ എനിക്ക് വേണ്ടതില്ല എന്ന് പരസ്യമായി പറഞ്ഞ വ്യക്തിയാണ് K. സുധാകരൻ. സമാനമായിട്ടുള്ള രീതിയിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി SDPIയും ജമാഅത്തെ ഇസ്ലാമിയുമാണ് കോൺഗ്രസിന്റെയും അതുപോലെ തന്നെ UDFന്റെ മൊത്തത്തിലുള്ള നയം തീരുമാനിക്കുന്നത്. എന്താണോ അവർ പറയുന്നത് അത് ഏറ്റുപിടിക്കുക എന്നുള്ളതാണ്. ഈ RSSുമായും SDPIയുമായും ഒളിഞ്ഞും തെളിഞ്ഞും വളരെ കൃത്യമായ ബന്ധം കഴിഞ്ഞ കുറെ നാളുകളായി കോൺഗ്രസ് കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അത് തെരഞ്ഞെടുപ്പിൽ വോട്ട് നേടുന്നതിനും ചില സ്ഥലങ്ങളിൽ ഭരണം നടത്തുന്നതിനും മാത്രമല്ല, അതിലുപരിയായി ഇത്തരത്തിലുള്ള പരിശീലനം കൊടുക്കുന്ന നിലയിലേക്ക് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇത് വ്യക്തമാക്കുന്നത്. അത് കോൺഗ്രസിനകത്തുള്ള ക്രിമിനലുകൾക്ക് SDPI പരിശീലനം കൊടുക്കുകയാണോ അതോ SDPIയിലും RSSിലുമുള്ള
ക്രിമിനൽ സംഘങ്ങളെ തങ്ങളുടെ ഭാഗമാക്കി മാറ്റുകയാണോ കോൺഗ്രസ് ചെയ്യുന്നത് എന്ന് വ്യക്തമാക്കേണ്ടിയിരിക്കുന്നു. സുധാകരൻ വന്നതിന് ശേഷം ഇത്തരത്തിലുള്ള അക്രമി സംഘങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട നയം. അത് ഇടുക്കിയിൽ പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ഒട്ടനവധിയായിട്ടുള്ള ക്രിമിനൽ സംഘങ്ങളെ പോറ്റി വളർത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളതാണ്. സുധാകരൻ വന്നതിന് ശേഷം SFI സഖാക്കൾക്ക് നേരെ തന്നെ പലയിടങ്ങളിലും അക്രമം ഉണ്ടാവുന്ന സ്ഥിതി. എറണാകുളം ജില്ലയിലൊക്കെ തന്നെ പലയിടങ്ങളിലും കഴിഞ്ഞ 2 മാസങ്ങൾക്കിടയിൽ ഒട്ടനവധിയായിട്ടുള്ള കായികമായ അക്രമങ്ങൾ ഉണ്ടായി. ആ തുടർച്ചയായ അക്രമങ്ങളിലൂടെ ക്യാമ്പസിലേക്ക് തിരിച്ചു വരാൻ പറ്റൂ എന്നുള്ളതാണ് അവർ ശ്രമം നടത്തുന്നത്. ഒരു കാലത്ത് ഈ അക്രമങ്ങളിലൂടെയാണ് KSU കേരളത്തിലെ ക്യാമ്പസുകളിൽ നിന്ന് തുടച്ചു നീക്കപ്പെട്ടത്, അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ ഹൃദയത്തിൽ നിന്ന് പറിച്ചെറിയപ്പെട്ടത്. അതേ അക്രമങ്ങളിലൂടെ തന്നെ വീണ്ടും ക്യാമ്പസിലേക്ക് കയറാൻ പറ്റുമോ എന്നുള്ള ശ്രമമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഭാഗമായി ഒരാൾ കൊല ചെയ്യപ്പെട്ടാൽ അതിനെ അപലപിക്കുക എന്നതും ആ കൊന്ന ആളെ തള്ളിപ്പറയുക എന്നതും ഏറ്റവും സാമാന്യമായി ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ, രാഷ്ട്രീയ സംഘടന, ഒരു വിദ്യാർത്ഥി സംഘടന എല്ലാം ചെയ്യേണ്ട ഒരു കാര്യമാണ്. എന്നാൽ അത്തരത്തിലുള്ള ഒന്നും അവരിൽ നിന്നുണ്ടായിട്ടില്ല. KSU, യൂത്ത് കോൺഗ്രസോ കോൺഗ്രസോ ഇതുവരെയും ഈ കൊലയാളി സംഘത്തെ തള്ളിപ്പറയുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടില്ല. ആ വ്യക്തി ഇപ്പോഴും അവരുടെ ഭാഗമായിരിക്കുക. അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഈ ഒന്നാമത്തെ മുഖ്യപ്രതി എന്ന് ആയിട്ടുള്ള നിഖിൽ പൈ, അയാൾ ഇപ്പോഴും യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹിയായിരിക്കുന്നു. അയാൾ മാറ്റാൻ പോലും, തള്ളിപ്പറയാൻ പോലും തയ്യാറാവുന്നില്ല. മറിച്ച് മാധ്യമങ്ങളിൽ വന്ന് നട്ടാൽ കുറിക്കാത്ത നുണകളും ന്യായീകരണങ്ങളും ചമച്ചുകൊണ്ടിരിക്കുക. ഇവര് പറയുന്നത് ഗ്രൂപ്പിസത്തിന്റെ ഭാഗമായി, CPM-ലെ ഗ്രൂപ്പിസത്തിന്റെ ഭാഗമാണ് ഈ കൊലപാതകം. ഇത്രയും നീചമായി പറയാൻ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടിക്കല്ലാതെ ഈ കേരളത്തിൽ മറ്റാർക്കെങ്കിലും സാധിക്കുമോ എന്നുള്ള സംശയമാണ്. അവരുടെ ഭാഗത്തുള്ള ഒരാൾ കൊലപാതകം നടത്തിയിട്ട്, അവരുടെ ഭാഗത്തുനിന്നുള്ള ഒരു സംഘം കൊലപാതകം നടത്തിയിട്ട് ആ കൊലപാതകത്തെ ന്യായീകരിക്കാൻ കൊലയാളികളെക്കാൾ അതിമൃഗീയരാണല്ലോ. ആ കൊലപാതകം ന്യായീകരിക്കുക എന്ന് പറഞ്ഞാൽ ആ കൊലപാതകത്തെ നീചമായിട്ടുള്ളതാണ്. ഒരു മനുഷ്യനായിട്ട് പറഞ്ഞ ആൾക്ക് സാധ്യമായതല്ല. ആ നിലയിലുള്ള പ്രതികരണമാണ് ചമക്കുന്നത്. അവർക്കത് തോന്നും. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തോന്നും. കാരണം കോൺഗ്രസുകാരെ ഒട്ടനവധി കൊലപ്പെടുത്തിയിട്ടുള്ള ചരിത്രമുള്ളവരാണ്, പാരമ്പര്യമുള്ളവരാണ് അവർ. അതുകൊണ്ട് അവർക്ക് തോന്നും. കോൺഗ്രസിന്റെ തന്നെ ചരിത്രം എഴുതിയിട്ടുള്ള മുയ്യാറ്റ ശങ്കരനെ കൊലപ്പെടുത്തിയ ആളുകളാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി. ഈ കണ്ണൂർ ജില്ലയിൽ മട്ടന്നൂർ കോളേജിലെ എഡിറ്ററായിരുന്ന പുതിയ വീട്ടിൽ ബഷീറിനെ, ആ ബഷീറിന്റെ മാഗസിൻ ഫണ്ടുമായി ബന്ധപ്പെട്ടുള്ള തർക്കത്തിലെ മാഗസിൻ ഫണ്ട് പങ്കുവെക്കാൻ പുതിയ വീട്ടിൽ ബഷീർ സമ്മതിക്കാത്തതിന്റെ ഭാഗമായിട്ടാണ് ബഷീറിനെ KSU-കാർ തന്നെ വിറകൊള്ളി കൊണ്ട് അടിച്ച് കൊലപ്പെടുത്തുന്ന സ്ഥിതി ഉണ്ടായി. കഴിഞ്ഞ നാളുകളിൽ തൃശൂർ ജില്ലയിൽ അയ്യന്തോടും അതുപോലെ തന്നെ ചാവക്കാടും ഒക്കെ തന്നെ ലാൽജി കൊള്ളൂര്, മധു ഈച്ചരത്ത് തുടങ്ങിയിട്ടുള്ള ആളുകൾ അയ്യന്തോടും, അതുപോലെ തന്നെ ചാവക്കാട് ഹനീഫയും, ഇവരെല്ലാം കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും ഒക്കെ ഭാരവാഹികളായിരുന്ന ആളുകളാണ്. ഇത്തരം ആളുകളെയൊക്കെ കൊലപ്പെടുത്തിയ ചരിത്രം KSU-നും യൂത്ത് കോൺഗ്രസിനും ഒക്കെ ഉണ്ട്. അതുകൊണ്ടാണ് അവർക്ക് മറ്റാളുകൾ കൊല ചെയ്യപ്പെടുമ്പോഴും ഇത്തരത്തിൽ പറയാൻ വേണ്ടി അവർക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് കോൺഗ്രസിനല്ലാതെ മറ്റാർക്കും ഇത്ര നീചമായി കാര്യങ്ങളെ അവതരിപ്പിക്കാൻ വേണ്ടി കഴിയില്ല, ന്യായീകരിക്കാൻ വേണ്ടി കഴിയില്ല എന്ന് ഞങ്ങൾ സൂചിപ്പിച്ചത്. അപ്പൊ ഇത്തരത്തിലുള്ള അക്രമങ്ങൾക്കുണ്ട്. സൂചിപ്പിക്കുന്നത് നേരത്തെ തന്നെ പറയുന്നത് അക്രമികൾ എല്ലാ കാലത്തും SFI ആണ് എന്ന നിലക്കാണ് ഇവരുടെ എല്ലാ പ്രചരണങ്ങളും ഉണ്ടാവാറ്. കേരളത്തിൽ SFI-യുടെ 35ാമത്തെ സഖാവാണ് കൊല ചെയ്യപ്പെടുന്നത്. ഇന്ത്യയിൽ ആകമാണ് 149 സഖാക്കളുടെ ജീവൻ SFI പ്രസ്ഥാനത്തിന് നഷ്ടമായിട്ട്. അതിൽ തന്നെ കേരളത്തിൽ കൊല ചെയ്യപ്പെട്ട 35 പേരിൽ 12 പേർ കോൺഗ്രസ് അല്ലെങ്കിൽ KSU, യൂത്ത് കോൺഗ്രസ്, INUC പ്രവർത്തകരാൽ കൊല ചെയ്യപ്പെട്ടിട്ടുള്ളവരാണ്. അപ്പൊ ഇത്രമാത്രം ആളുകളെ കൊലപ്പെടുത്തിയിട്ട് വീണ്ടും അക്രമികൾ SFI ആണ്, ഇടതുപക്ഷമാണ് എന്ന് പറയാനുള്ള വലിയ ശ്രമം ഇവിടെ നടത്തുന്നത്. അതിന് ഒരു പരിധിവരെ സഹായകരമാകുന്നത് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ കൂടിയാണ്. കാരണം എപ്പോഴെല്ലാം കോൺഗ്രസ്
പ്രതിസ്ഥാനത്ത് വരുന്നു, അല്ലെങ്കിൽ വലതുപക്ഷം പ്രതിസ്ഥാനത്ത് വരുന്നു എന്ന് വരുന്ന സമയത്തെല്ലാം ആ കൊലപാതകത്തെ വെള്ളപൂശാനുള്ള ശ്രമമാണ് നടത്താറ്. അതിന് ന്യായീകരണങ്ങൾ ചമക്കുന്നവരെ പിന്തുണക്കുന്നതാണ് കണ്ടുവരാറ്. എന്നാൽ നേരെ തിരിച്ച് ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ഇത്തരത്തിൽ അതിന്റെ ഭാഗമായിട്ടുണ്ട് എങ്കിൽ അതിനെ പർവ്വതീകരിച്ച് കാണിച്ചുകൊണ്ട് അക്രമങ്ങൾ മുഴുവൻ ഇടതുപക്ഷമാണ് എന്ന് വരുത്താനും ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഇത് കേരളത്തിലെ മാധ്യമങ്ങൾ ഈ കോൺഗ്രസിന് കൊടുക്കുന്ന ഒരു സർട്ടിഫിക്കറ്റാണ്. എന്ത് തോന്നിവാസവും ഇവിടെ നടത്താം, ഏത് കൊലപാതകവും നടത്താം, ഏത് അക്രമവും നടത്താം, അതിനെല്ലാം ഞങ്ങൾ പിന്തുണക്കും. കേരളീയ പൊതുസമൂഹത്തിന്റെ ബോധത്തെ നിയന്ത്രിക്കുന്നത് ഞങ്ങളാണ്. ആ ബോധം നിയന്ത്രിച്ചുകൊണ്ട് നിങ്ങളെ ഞങ്ങൾ സംരക്ഷിച്ചു കൊള്ളാം എന്ന നിലയിലേക്ക് പലപ്പോഴും പല മാധ്യമ വാർത്തകളും മാറുന്നുണ്ട് എന്ന വിമർശനം കൂടി ഞങ്ങൾക്ക് വെക്കാനുണ്ട്. ഇത്തരം അക്രമങ്ങൾ ആവർത്തിക്കാതിരിക്കണമെങ്കിൽ വലിയ ജാഗ്രത നമ്മുടെ പൊതുസമൂഹത്തിൽ ഉണ്ടാവണം. അതിന് ഏത് കൊലപാതകം നടത്തിയാലും എന്ത് അക്രമം നടത്തിയാലും തങ്ങൾ ശിക്ഷിക്കപ്പെടില്ല, അല്ലെങ്കിൽ തങ്ങൾ പൊതുസമൂഹത്തിന് മുമ്പിൽ മാന്യന്മാരായി ഇരിക്കും എന്നുള്ള ആ ബോധത്തിന് തിരിച്ചടി കൊടുക്കാൻ വേണ്ടി പറ്റും. ആ നിലക്ക് ഇത്തരം വിഷയം ഇനി ആവർത്തിക്കരുത് എന്നുള്ള നിലയിലുള്ള ഇടപെടൽ ഞങ്ങളുടെ ഭാഗത്ത് മാത്രമല്ല മാധ്യമങ്ങളുടെ ഭാഗത്തും ഉണ്ടാവും. ഞങ്ങൾ തീർച്ചയായും ഈ വിഷയം ഞങ്ങൾ ഏറ്റവും ദുഃഖത്തോടു കൂടിയിട്ടാണ് ഇന്നലെ ഏതാണ്ട് 13 മണിക്കൂർ എടുത്തുകൊണ്ടാണ് സഖാവിന്റെ മൃതശരീരം വീട്ടിലെത്തിയത്. ആ വഴിയിലുടനീളം കാത്തുനിന്ന ഒരുപാട് ആളുകൾ, എസ്.എഫ്.ഐ പ്രവർത്തകരുണ്ട്, ഇടതുപക്ഷ പ്രവർത്തകരുണ്ട്, നേതാക്കന്മാരുണ്ട്. എല്ലാവരും തൊണ്ടപൊട്ടി മുദ്രാവാക്യം വിളിച്ച് വളരെ വൈകാരികമായിട്ടാണ് എല്ലാവരും നിന്നത്. ഒരു മൗനാനുവാദം പോലും വലിയ അക്രമങ്ങളിലേക്ക് നീങ്ങാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം അവിടങ്ങളെല്ലാം ഉണ്ടായി. പക്ഷെ അത്തരത്തിലുള്ള ഒരു അക്രമത്തിലേക്കും പോകാൻ പാടില്ല എന്നുള്ള നിലപാടാണ് നിങ്ങൾ സ്വീകരിച്ചത്. അത് നേരത്തെയും ഞങ്ങൾ അങ്ങനെയാണ് സ്വീകരിച്ചത്. അത് ഏറ്റവും ചങ്കുപൊട്ടി നിൽക്കുന്ന സമയത്തും ഈ നമ്മുടെ നാടിന്റെ സമാധാനം തകരാൻ പാടില്ല എന്നുള്ള ഒരു ബോധത്തിന്റെ അടിസ്ഥാനത്തിൽ അതിലുപരി ഒരു അമ്മയുടെ കണ്ണുനീരും ഞങ്ങൾക്ക് നേരെ വരാൻ പാടില്ല എന്നുള്ള നിർബന്ധ ബുദ്ധിയാണ്. കാരണം ഞങ്ങൾ കാണുന്ന ഒരുപാട് അമ്മമാരെ, ഞങ്ങളുടെ സഖാക്കളുടെ, രക്തസാക്ഷികളുടെ കുടുംബങ്ങളെ, അവരുടെ പ്രയാസം, അവരുടെ ബന്ധുക്കളുടെ ബുദ്ധിമുട്ട് ഏറ്റവും നന്നായി അറിയാവുന്നവരാണ് ഞങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളാൽ മറ്റൊരാളുടെയും ജീവൻ എടുക്കാൻ പാടില്ല എന്ന നിർബന്ധ ബുദ്ധിയോടുകൂടി ഇക്കാലം അത്രയും ഞങ്ങൾ പ്രവർത്തിച്ചിട്ടുള്ളത്. ഈ സംഭവത്തിന് ശേഷം അതേ നിലപാട് തന്നെയാണ് ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. പക്ഷെ അതുകൊണ്ട് മാത്രം കാര്യമായില്ല. ഇത്തരത്തിൽ കോൺഗ്രസിന് അവർ അക്രമികളാണ് എന്ന് പറയാൻ തന്നെ കേരളത്തിലെ മാധ്യമങ്ങൾ തയ്യാറാവണം. അവരെ വെള്ളപൂശുന്ന നിലയുണ്ടാവരുത്. മാധ്യമങ്ങളിൽ വന്നിരുന്നു കൊണ്ട് ആ പച്ച നുണ തുടർച്ചയായി വിളിച്ചു പറയുകയും രക്തസാക്ഷികളെ അപമാനിക്കുകയും സഖാവ് സൈമൺ ബ്രിട്ടോ ഉൾപ്പെടെയുള്ള സഖാക്കളെ ജീവിതകാലം വലിയൊരു ഭാഗം 3.5 പതിറ്റാണ്ട് കാലത്തോളം വീൽചെയർ മാത്രം കഴിച്ചു കൂട്ടേണ്ടി വന്ന ആ സഖാവിനെ പോലും വളരെ മോശമായി ചിത്രീകരിക്കുന്ന നിലയടക്കം മാധ്യമങ്ങളിൽ വന്നിരുന്നുകൊണ്ട് ഇത്തരം ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുക. അത്തരം ആളുകളെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് അക്രമികൾ ആരായാലും അത് ഏത് ഭാഗത്തുള്ള ആളായാലും അവരെ ഒറ്റപ്പെടുത്തുന്ന സമീപനം മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. അപ്പൊ ഇനിയും ഇത്തരത്തിലുള്ള അക്രമം ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നല്ല ജാഗ്രത എല്ലാവരും കാണിക്കണം. ഇതുമായി ബന്ധപ്പെട്ട് കേരള സംസ്ഥാന കമ്മിറ്റി ചില പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ആ പരിപാടികൾ സഖാവ് എ വിനീഷ് വിശദീകരിക്കും. ഇവിടെ നീരജിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിലൊരു കൊലപാതകം വോട്ടെണ്ണിങ് കഴിഞ്ഞു, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, പോളിംഗ് കഴിഞ്ഞു പുറത്തേക്ക് വരുമ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഈ കൊലപാതകം നടന്നതിന് ശേഷം KSUവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും നേതാക്കൾ
ഇതിനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേ ദിവസം കെ സുധാകരൻ ഉൾപ്പെടെ പറഞ്ഞത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കൊലപാതകം നടന്ന് പ്രിയപ്പെട്ട സഖാവ് ധീരജിന്റെ മൃതശരീരം ഹോസ്പിറ്റലിൽ ഇരിക്കുമ്പോൾ ഗുണപ്രചാരണമാണ് അദ്ദേഹം പറഞ്ഞത്. ഒന്നാമത്തെ കാര്യം, ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി നടന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് KSU തരംഗം എന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ കൊടുത്തു. അതൊരു നുണപ്രചരണമാണ്. 45 ക്യാമ്പസുകളിലാണ് തെരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ളത്. അതിൽ 38 സ്ഥലങ്ങളിൽ SFIക്ക് വിജയിക്കാൻ വേണ്ടി കഴിയും. അത് 34 സ്ഥലങ്ങളിൽ ക്യാമ്പസുകളിൽ ഫുൾ പാനൽ SFI വിജയിച്ചിരിക്കുകയാണ്. അപ്പോ ആ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഒരു നുണപ്രചരണം, ഇത്തരം അക്രമങ്ങളിലൂടെ കൊലപാതകങ്ങളിലൂടെ KSUവിനെ ക്യാമ്പസുകളിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിനുള്ള ശ്രമമാണ് ഇപ്പോ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനെതിരെയാണ് SFI വരുന്ന ദിവസങ്ങളിൽ ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കും. ജനുവരി 14 സംസ്ഥാനത്തെ മുഴുവൻ ഏരിയ കേന്ദ്രങ്ങളിൽ KSU കോൺഗ്രസ് കൊലപാതക രാഷ്ട്രീയത്തിനെതിരായി വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ പ്രതിരോധ സദസ്സുകൾ സംഘടിപ്പിക്കും. ജനുവരി 19 സംസ്ഥാനത്തെ 14 ജില്ലാ കേന്ദ്രങ്ങളിൽ KSU കോൺഗ്രസ് കൊലപാതക രാഷ്ട്രീയം അവസാനിപ്പിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തി ജനാധിപത്യ പ്രതിരോധം സംഘടിപ്പിക്കും. ജില്ലാ കേന്ദ്രങ്ങളിൽ പരിപാടി നടക്കും. ധർണയിൽ രക്തസാക്ഷി കുടുംബങ്ങൾ ഈ പരിപാടിയുടെ ഭാഗമായി മറ്റൊന്ന് പ്രധാനമായും നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പരിപാടി ഇപ്പോ വലിയ വ്യാജ പ്രചരണമാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസും KSU യൂത്ത് കോൺഗ്രസും എല്ലാം സൈബർ ഇടങ്ങളിലും മാധ്യമങ്ങളിലും ഒക്കെ തന്നെ പറയുന്നത്. അപ്പോ അതിനെതിരായി KSU നടത്തിയിട്ടുള്ള, കോൺഗ്രസ് നടത്തിയിട്ടുള്ള, യൂത്ത് കോൺഗ്രസ് നടത്തിയിട്ടുള്ള അക്രമ പരമ്പരകളെ, കൊലപാതകങ്ങളെ കൃത്യമായും പൊതുസമൂഹത്തിന് മുന്നിൽ എത്തിക്കേണ്ടത് SFIയുടെ ഉത്തരവാദിത്തമാണ്. കലാലയങ്ങളെ കലാപഭൂമിയാക്കുന്ന ഇത്തരം നയങ്ങൾക്കെതിരെ ശക്തമായ പ്രതിരോധം SFI തീർന്നു. ഇവിടെ ഇത്തരത്തിൽ ക്യാമ്പസുകളെ കലാപഭൂമിയാക്കുമ്പോൾ പൊതുജനങ്ങൾക്ക് ഉൾപ്പെടെ ഒരു ഭയപ്പാടിലേക്ക് പോകുന്ന സാഹചര്യമുണ്ട്. അപ്പൊ ആരാണ് യഥാർത്ഥത്തിൽ ഇത്തരം കലാലയങ്ങളെ ഇത്തരത്തിലേക്ക് മാറ്റുന്നത് എന്ന സത്യാവസ്ഥ പുറത്തു കാട്ടുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അവർ നടത്തിയിട്ടുള്ള ആക്രമണ പരമ്പരകളെയും കൊലപാതകങ്ങളെയും പൊതുസമൂഹത്തിനകത്ത് തുറന്നു കാട്ടുന്നതിന് വേണ്ടി നമ്മള് വീടുകളിലേക്ക് ലഘുലേഖ വിതരണം നടത്തും. അതിന്റെ ഡേറ്റ് ഇപ്പോ തീരുമാനിച്ചിട്ടില്ല. അടിയന്തര അടുത്ത ദിവസങ്ങളിൽ അതിന്റെ ഡേറ്റ് പ്രഖ്യാപിക്കും. അപ്പോ ഇത്തരം കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് SFI നടത്താൻ പോകുന്ന ക്യാമ്പയിൻ തുടങ്ങുന്നത്. പരിപാടികൾ ജനുവരി 14 സംസ്ഥാനത്തെ മുഴുവൻ ഏരിയ കേന്ദ്രങ്ങളിൽ ഇന്ന് ധീരജിന്റെ കൊലപാതകം ബന്ധപ്പെട്ട് ഇന്നലാണ് പുറത്തേക്കാണ് സംസ്കാരം നടക്കുന്നത്. ഇന്ന് സംസ്ഥാനത്തെ എല്ലാ ക്യാമ്പസുകളിലും ധർണ നടത്തുകയുണ്ടായി. മുന്നേ ക്യാമ്പസിൽ ധർണ നടത്തുമ്പോൾ നമ്മൾ കണ്ടിട്ടുള്ളത് വിദ്യാർത്ഥികളാകെ വരികയാണ്. ഈ ക്യാമ്പയിന്റെ ഭാഗമായി ക്ലാസ്സുകൾ ഉണ്ടായിട്ട് പോലും ക്ലാസ്സുകൾ ഉപേക്ഷിച്ചുകൊണ്ട് ഈ ക്യാമ്പയിനകത്ത് വരുന്നത് ഉണ്ടാവുകയാണ്. വിദ്യാർത്ഥികളാകെ ഇതിനോട് ചേർന്ന് നിന്ന് KSU ഒറ്റപ്പെടുത്തുക എന്ന മുദ്രാവാക്യം ഏറ്റെടുക്കുന്നതാണ് നമ്മൾ ക്യാമ്പയിന്റെ ഭാഗമായി കണ്ടത്. അഖിലേന്ത്യാ പ്രസിഡന്റ് പരിപാടിയുടെ ജില്ലാതലത്തിലുള്ള ഉദ്ഘാടനം കണ്ണൂർ വനിതാ കോളേജിൽ വെച്ച് നിർവഹിക്കുകയുണ്ടായി. സംസ്ഥാന പ്രസിഡന്റ് SM കോളേജിനകത്ത് പങ്കെടുക്കുകയുണ്ടായി. അങ്ങനെ അവരെ വലിയ ക്യാമ്പയിനായി നമുക്ക് ഇന്നത് മാറ്റാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതാണ് ഇന്നത്തെ പരിപാടി പറയുന്നത്. ഈ കൊലക്കത്തി താഴെ വെക്കേണ്ടത് SFI ആണ് എന്നാണ് ഇന്നലെ അടക്കം JPCC പ്രസിഡന്റ് പറഞ്ഞിട്ടുള്ളത്.
നടത്തുന്നത് SFI ആണ്. മഹാരാജാസ് കോളേജിലടക്കം ഇത്തരം വലിയ തോതിലുള്ള ക്രിമിനൽ സംഘങ്ങൾ, ഈ ഹോസ്റ്റൽ മുറികളിലടക്കം ക്രിമിനൽ സംഘങ്ങളെ പാർപ്പിക്കുന്ന SFI ആണ്. ആദ്യം ഇതൊക്കെ താഴെ വെക്കേണ്ടതെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്റെ നാട്ടിൽ ചൊല്ലുണ്ട്, അരിയും തിന്ന് ആളെയും കഴിച്ച് പിന്നെയും പട്ടിക്ക് മുമ്പോട്ട്. ഒരു കൊലപാതകം നടത്തിയിട്ട്, നിഷ്ഠൂരമായ ഒരു കൊലപാതകം നടത്തിയിട്ട്, അക്രമങ്ങൾ ഉണ്ടാക്കിയിട്ട്, KSU എന്ന് പറഞ്ഞാൽ ഒരു കടാര സ്റ്റുഡൻസ് യൂണിയനും കൊലക്കത്തി സ്റ്റുഡൻസ് യൂണിയനും മാറിയിട്ട് അതിനെ വീണ്ടും ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിക്ക് മാത്രമാണ് സാധിക്കും. കോൺഗ്രസ് കൊലപ്പെടുത്തിയിട്ടുള്ള ആളുകൾ 1973 തലശ്ശേരി ബ്രണ്ണൻ കോളേജിലെ ജനറൽ ക്യാപ്റ്റനായിരുന്ന സഖാവ് അഷ്റഫിനെ, സഖാവ് AK ബാലനെ കൊലപ്പെടുത്തുന്നതിന് വേണ്ടി വന്നിട്ടുള്ള അക്രമിയാണ് സഖാവ് അഷ്റഫിനെ കൊലപ്പെടുത്തിയത്. അതുപോലെ തന്നെ 1979 തൃപ്പൂണിത്തുറ ആയുർവേദ കോളേജിലെ സഖാവ് PK രാജൻ, 77 പന്തളം SN കോളേജിലെ ഭുവനേശ്വരൻ, കഴിഞ്ഞ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്ന സഖാവ് G സുധാകരന്റെ സഹോദരൻ, 1988 മണക്കാട് സെന്റ് മേരീസ് കോളേജ് വിദ്യാർത്ഥി സാബു, 2012 ഇടുക്കി ജില്ലാ വൈസ് പ്രസിഡന്റായിരുന്ന സഖാവ് അനീഷ് രാജൻ, 82 പത്തനംതിട്ട കാത്തോലിക്കൽ കോളേജിലെ CV ജോസ്, ജോസിനെ കൊലപ്പെടുത്തുന്നതിൽ സാക്ഷി പറഞ്ഞ സാക്ഷിയായിരുന്ന സഖാവ് MS പ്രസാദിനെ പിന്നീട് 84 തിരുവോണനാളിലാണ് കൊലപ്പെടുന്നത്. അപ്പൊ ഇത്തരത്തിൽ അതുപോലെ ഒരു കലോത്സവ വേദി കൊലപാതകം ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഒരു പക്ഷേ ഉണ്ടാവില്ല. കേരളത്തിൽ എന്തായാലും 92 ഇന്റർസോൺ കലോത്സവം തൃശ്ശൂരിൽ വെച്ച് നടക്കുന്ന സമയത്താണ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇന്റർസോൺ കലോത്സവം തൃശ്ശൂരിൽ വെച്ച് നടക്കുന്ന സമയത്താണ് തൃശ്ശൂർ കുട്ടനാലൂർ കോളേജിലെ ജനറൽ സെക്രട്ടറി ആയിരുന്ന സഖാവ് RK കൊച്ചനിയെ, സഖാവിനെ 92 ഫെബ്രുവരി മാസം 29 തൃശ്ശൂരിൽ വെച്ച് കൊലപ്പെടുത്തി. അപ്പൊ ഒരു കലാമേളയുടെ ഭൂമി പോലും കലാപ ഭൂമിയാക്കിയിട്ടുള്ള ആളുകൾ ഇത്തരത്തിൽ ഒട്ടനവധിയായിട്ടുള്ള ആളുകളെ കൊന്നുതള്ളിയതിനു ശേഷമാണ് ഇപ്പോഴും ഇത്തരത്തിലുള്ള അക്രമികൾ എന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത്. അത്തരത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ഞങ്ങൾ അഭിമാനത്തോടു കൂടി തന്നെ പറയുന്നത്, ഞങ്ങളുടെ നേരെ ഒരമ്മയുടെയും കണ്ണുനീര് വരില്ല എന്നുള്ളത് തന്നെയാണ്. ഒരമ്മയും ഞങ്ങളെ ശപിക്കില്ല തങ്ങളുടെ മക്കളുടെ ജീവൻ നഷ്ടമായതിന്റെ ഭാഗമായി എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ആത്മവിശ്വാസം. KSU ജില്ലാ വൈസ് പ്രസിഡന്റായിരുന്നു സജിത്ത് ലാൽ, അവരൊക്കെ കൊലപ്പെടുത്തിയ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. ഇതാണ് സജിത്ത് ലാൽ. KSUവിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് ആയിരുന്നു പയ്യന്നൂരിലെ സജിത്ത് ലാൽ. അവരുടെ വെബ്സൈറ്റിൽ പോലും അവർ പറയുന്നത് 6 പേർ കൊല ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. അതിലൊന്നിൽ പോലും ഒരു SFIക്കാരൻ പോലും ആ കേസിൽ പ്രതിവല്ല. ക്യാമ്പസിൽ പഠിക്കുന്ന വിദ്യാർത്ഥി അല്ലെങ്കിൽ ക്യാമ്പസിൽ വെച്ച് അല്ലെങ്കിൽ SFIക്കാരനാൽ കൊല ചെയ്യപ്പെട്ടില്ല എന്നുള്ളതാണ് എന്ന് പറയുന്നത്. ഇങ്ങനൊരു നിഷ്ഠൂര കൊലപാതകം നടന്നപ്പോൾ സുധാകരൻ അപലപിച്ചില്ല എന്നല്ലേ നിങ്ങളൊക്കെ പറയുന്നത്? TP ചന്ദ്രശേഖരൻ മരിച്ചെടുക്കുമ്പോൾ ഇന്നത്തെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞത് കുലംകുത്തിയെന്നും കുലംകുത്തിയാണ് തുടങ്ങി വെച്ചത്. TP ചന്ദ്രശേഖരൻ മാത്രമാണ് നിങ്ങൾക്കൊക്കെ കൊലപാതകമായിട്ട് കേരളത്തിൽ 589 സഖാക്കളെ ഈ കേരളത്തിൽ മാത്രം ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ CPM, SFI, DYFI പ്രസ്ഥാനങ്ങൾ നഷ്ടപ്പെട്ടു. അതിക്രൂരമായിട്ടുള്ള കൊലപാതകം സ്വന്തം അമ്മയുടെ മുന്നിലിട്ട് സഖാവ് AB സുധീഷിനെ കഷ്ണങ്ങളായി വെട്ടിമുറുക്കിയിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് എപ്പോഴും രാഷ്ട്രീയ കൊലപാതകം എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഈ 589 നിങ്ങൾക്ക് കണക്കല്ല. നിങ്ങൾക്ക് ഒരു TP ചന്ദ്രശേഖരനും അല്ലെങ്കിൽ ഒരു പെരിയയും മാത്രമാണ് കൊലപാതകം. അത് മാത്രമല്ല ഈ നാട്ടിൽ നടന്നിട്ടുള്ള കൊലപാതകം. അതിനേക്കാൾ എത്രയോ ആളുകളെ ഞങ്ങൾക്ക് നഷ്ടമായിട്ടുണ്ട്. അതിനനുസരിച്ച പ്രതികാരം ഒരു ഇടതുപക്ഷ പ്രസ്ഥാനവും കേരളത്തിൽ നടത്തിയിട്ടില്ല. മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തെ കുറിച്ച് മുഖ്യമന്ത്രി അന്ന് പ്രതികരിച്ചത് എന്താണെന്നുള്ളതിന്റെ ശ്രദ്ധയില്ല. പ്രതികരിച്ചത് കുലംകുത്തിയെന്നും കുലംകുത്തിയാണ്. അത് ആ വ്യക്തിയെ കുറിച്ച് പറഞ്ഞതാണ്. മാത്രമല്ല അതുമായി ബന്ധപ്പെട്ടിട്ട് അത് പിന്നെ വലിയ കള്ളക്കേസ് ഉണ്ടായി പലരെയും കൊടുക്കാനുള്ള ശ്രമം നടത്തി. അതിൽ പ്രതികളായി ഏർപ്പെട്ട ആളുകളുണ്ട്.
ചിന്തിക്കാതെ ചെയ്തിട്ടുണ്ട്. ഇത് പിറ്റേന്നാണ് ഈ പരാമർശം ഇന്നത്തെ മുഖ്യമന്ത്രി നടത്തിയത്. അത് ആ സമയത്ത് നടത്തിയതും ഈ സമയത്ത് നടത്തിയതും തമ്മിൽ താരതമ്യപ്പെടുത്തണം. അന്ന് അതുമായി ബന്ധപ്പെട്ട് സിക്കിമുമായി നേരിട്ട് കൊണ്ടുള്ള ആളുകൾ അതിന്റെ ഭാഗമായിട്ട് ഉണ്ടായിരുന്നില്ല എന്നുള്ള നിലയിൽ നിൽക്കുന്ന സമയത്താണ് അത്തരത്തിലുള്ള പ്രതികരണം നടത്തുന്നത്. ഇന്നതല്ല, വളരെ കൃത്യമായി അവരുടെ ഒരു ഭാരവാഹി തന്നെ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. കൊലപാതകം നടത്തി ഏതാനും മണിക്കൂറുകൾ അന്ന് അത്തരത്തിലൊരാൾ അറസ്റ്റ് ചെയ്യപ്പെടുകയോ ഇത് ഇടദോഷമാണ് നടത്തിയത് എന്ന നിലയിലേക്കുള്ള ചർച്ച ആ സമയത്ത് തുടക്കത്തിൽ ഒരാളെ പോലും അവനെ അറസ്റ്റ് ചെയ്യുകയും പാർട്ടിയുമായി നേരിട്ട് ബന്ധമുള്ള ഒരാളെ പോലും അറസ്റ്റ് ചെയ്യാതിരിക്കുന്ന സമയത്താണ്. ഇത് അങ്ങനെയുള്ള സാഹചര്യത്തിലല്ല. അവരുടെ ഒരു മണ്ഡലം പ്രസിഡന്റ് അറസ്റ്റ് ചെയ്യപ്പെട്ടതിന് ശേഷമാണ് ഈ വാദം ഉന്നയിക്കുന്നത്. ഈ കൊലപാതകത്തിൽ ഏതെങ്കിലും നേതാക്കളുടെ ഒരു ഗൂഢാലോചന നിങ്ങൾ സംശയിക്കുന്നുണ്ടോ? ഇടുക്കിയിലെ ഗൂഢാലോചന തീർച്ചയായും ഇതിൽ ഗൂഢാലോചനയുണ്ട്. കാരണം ഗൂഢാലോചന സംഘർഷം നടത്തുന്നതിന് മുമ്പായിട്ട് അവിടെ പോകുന്നത് അറിയാൻ വേണ്ടി കഴിഞ്ഞു. KSUവിന്റെ യൂണിറ്റ് സെക്രട്ടറിയോ അലക്സ് എന്ന പേര് പദവിയാണെന്ന് എനിക്കറിയില്ല. അപ്പോ ഉറപ്പു നിർത്തിയ KSU ഗുണ്ടകൾ ഈ അക്രമത്തിന് മുമ്പേ തന്നെ അവിടെയുള്ള KSU പ്രവർത്തകരെ അവിടെ നിന്ന് മാറ്റുക. അതിനുശേഷമാണ് ഈ ആക്രമണം അവിടെ നടക്കുന്നത്. പിന്നീട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള പ്രചരണ പ്രവർത്തനം ഒരു 5 ദിവസങ്ങൾക്ക് മുന്നേ നടന്ന സമയത്ത് ഇതുപോലെ ഈ അറസ്റ്റ് ചെയ്തിട്ടുള്ള ഇപ്പോ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ള കൊലപാതകി എന്ന് പറയുന്ന നിതിൻ പൈ അവരുടെ നേതൃത്വത്തിൽ പ്രചരണ പ്രവർത്തനത്തിൽ ഏർപ്പെട്ട വിദ്യാർത്ഥികളെ ആക്രമിക്കുന്നതിന് വേണ്ടി അന്ന് അവിടെ എത്തി. അന്ന് പോലീസ് ഇടപെട്ടിട്ടാണ് ഈ നമ്മുടെ വിദ്യാർത്ഥികളെ അല്ലെങ്കിൽ പ്രവർത്തകരെ ഹോസ്റ്റലിലേക്ക് സേഫ് ആയിട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് പൂർണ്ണമായും ഒരു ഗൂഢാലോചന ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ട്. പോലീസ് ശക്തമായി അന്വേഷിച്ച് ഇടുക്കിയിൽ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെയുള്ളവർക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള പങ്ക് പുറത്തു കൊണ്ടുവരണമെന്നാണ് SFI ആവശ്യം. ഒന്ന് കടാരെ കയ്യിലെന്തിയിട്ടാണ് അയാൾ ക്യാമ്പസിലേക്ക് വരുന്നത്. ക്യാമ്പസിലേക്ക് ആരെങ്കിലും കടാര കയ്യിലെന്തിയിട്ട് വരും. ഇപ്പൊ ഞങ്ങൾ ഇപ്പോ പഠിക്കാത്തപ്പോ ഇന്ന് വിനീഷ് കോളേജിൽ ഞാൻ വനിതാ കോളേജിൽ പോയി പരിപാടി പങ്കെടുത്തു. ഞങ്ങൾ ഇത്തരത്തിലുള്ള പരിപാടികൾ പലയിടങ്ങളിലും പങ്കെടുക്കാറുണ്ട്. പക്ഷെ ഞങ്ങൾ ആരും കത്തിയായിട്ട് പോകാറ്. അതിപ്പോ മറ്റാരെങ്കിലും പോയാലും ക്യാമ്പസിലേക്ക് കത്തിയുമായിട്ട് പോകാറില്ല. ക്യാമ്പസിലേക്ക് കത്തിയുമായി പോകുന്നത് ഒരു പരിപാടി സംഘടിപ്പിക്കാനോ അല്ലെങ്കിൽ അവിടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാനോ അല്ല, ഒരു ആക്രമണം ഉദ്ദേശിച്ച് തന്നെയാണ്, ഒരപകടപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ്. മാത്രമല്ല ഇയാൾക്ക് വളരെ അടുത്ത ബന്ധമാണ് പല കോൺഗ്രസ് നേതാക്കന്മാരുമായിട്ട് നല്ല ബന്ധമുള്ള ആളാണ്. APCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകളുമായിട്ട് അദ്ദേഹത്തിന് ബന്ധമുണ്ട്. ഇടുക്കിയിലെ DCC പ്രസിഡന്റുമായിട്ട് ഇടുക്കിയിലെ MP ഉൾപ്പെടെ അടുത്ത ബന്ധമുള്ള വ്യക്തിയാണ് ഈ കൊലപാതകം നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കൊലപാതകം നടത്തുമ്പോൾ സംരക്ഷിക്കപ്പെടുമെന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കൊലപാതകം നടത്തുന്നത്. അല്ലാതെ ഇത് അബദ്ധത്തിൽ സംഭവിച്ചൊരു കൊലപാതകമാണെങ്കിൽ അല്ലെങ്കിൽ ഒരു സംഘർഷത്തിന്റെ ഇടയിൽ ഒരാൾ കൊല ചെയ്യപ്പെടുകയാണ് എങ്കിൽ അത് ആസൂത്രിതമാണെന്ന് നമുക്ക് ചിലപ്പോൾ പറയാൻ പറ്റും. ഇത് 3 പേരെയും നേരത്തെ സൂചിപ്പിച്ചു, 3 പേർക്കും ഇടനെഞ്ചിലാണ് കുത്തിയത്. വളരെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളതാണ്. ഒറ്റ കുത്തിന് ആളെ തീർക്കുക എന്ന ഉദ്ദേശത്തിലാണ്. അപ്പൊ അത്തരം ഒരു കൊലപാതകത്തിന് വേണ്ടി ഒരാൾ തയ്യാറെടുത്ത് വരണമെങ്കിൽ അയാളെ സംരക്ഷിക്കാൻ ആളുണ്ട് എന്നുള്ള ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ്. അവര് പറയുന്നത് ഈ കൊല ചെയ്ത ആളുകളെ അത്ര ആരോപണവിധേയരായിട്ട് സംരക്ഷിക്കാനുള്ള ഒരു നീക്കം അവരുടെ ഭാഗത്തുനിന്നില്ല. പക്ഷെ മറിച്ച് ഇടതുപക്ഷത്തിന്റെ ഭാഗത്തുനിന്നാകട്ടെ ഇവരെ വലിയ കേസ് നടത്താൻ വേണ്ടി വക്കീലിനെ കൊണ്ടുവരുന്നു, പ്രതികൾക്ക് ഭാര്യമാക്കി ജോലി കൊടുക്കുന്നു. അങ്ങനെ തുടർച്ചയായി അവരെ സംരക്ഷിക്കുന്ന രീതി ഇടതുപക്ഷത്തിനുണ്ട്. പക്ഷെ കോൺഗ്രസ് അങ്ങനെ ചെയ്യുന്നില്ല. അവർ കുറ്റവാളികൾ ആരാണെന്ന് കണ്ടെത്തി അവരെ നടപടിയെടുക്കുന്നു. സുധാകരൻ പറയുന്നത് ഒരു പഠന സമിതി വെച്ച് അത് ആരാണ് കുറ്റക്കാരൻ അവരെ നടപടിയെടുക്കും. അതൊക്കെ ഗ്രൂപ്പ് വഴക്കിന്റെ ഭാഗമായിട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ലാൽജി കൊള്ളൂരിനെയും മധുഈച്ചരത്തിനെയും അതുപോലെ തന്നെ ഹനീഫയും കൊലപ്പെടുത്തിയിട്ടുള്ള ആളുകളൊക്കെ ഇപ്പോഴും അവരുടെ ഭാഗമായിട്ട് തന്നെയുണ്ട്. മാത്രമല്ല ഇവിടെ കണ്ണൂരിൽ തന്നെ ശിക്ഷിക്കപ്പെട്ട രാഷ്ട്രീയ കൊലപാതകത്തിൽ ശിക്ഷിക്കപ്പെട്ട ആളെ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ചവരാണ് അവർ. അങ്ങനെ കൊലപാതകത്തിന്റെ ഭാഗമായി നിന്നിട്ടുള്ള ആളുകളെ മുഴുവൻ സംരക്ഷിക്കുകയും അവർക്ക് എല്ലാ പിന്തുണയും കൊടുത്തിട്ടുള്ളവരാണ് കോൺഗ്രസ് എന്നുള്ളത് നമുക്ക് ഏത് കൊലപാതകം എടുത്ത് പരിശോധിച്ചാലും കാണാൻ വേണ്ടി പറ്റും. ഈ വിഷയം
വിഷയത്തിൽ പോലും ഇതുവരെ അയാൾക്കെതിരെ നടപടിയെടുക്കാൻ വേണ്ടി തയ്യാറായിട്ടില്ല. ഒരു അന്വേഷണ വിധേയമായ സസ്പെൻഷൻ എന്ന് പറയാൻ പ്രത്യേകിച്ച് പ്രയാസമില്ലാത്തൊരു കാര്യമാണ്. അയാളെ പുറത്താക്കിയെന്നല്ല, അതുപോലും ഉണ്ടായിട്ടില്ല. ശിക്ഷിക്കപ്പെട്ട പി കെ കുഞ്ഞനന്ദനും ജയിലിൽ കിടക്കുമ്പോൾ പാർട്ടി ഭാരവാഹിയായിരുന്നു. കോടതി ശിക്ഷിച്ചതാണ്. പാർട്ടി ഓഫീസിൽ പ്രശ്നമാണ്. അതിപ്പോൾ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ ക്രൂരമായിട്ടുള്ള കൊലപാതകമാണ് നടന്നിട്ടുള്ളത്. ഒരു ക്യാമ്പസിന്റെ പുറത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് യാതൊരുവിധ സംഘർഷമോ ഉണ്ടാകാത്ത ഒരു സാഹചര്യത്തിൽ ഏകപക്ഷീയമായി അങ്ങോട്ടും ആക്രമിച്ച് കൊലപ്പെട്ടൊരു സംഭവം. അപ്പൊ അതിനെ കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കാതെ ഇത്തരത്തിലുള്ള ഒരു സമീപനങ്ങളുമായി മുന്നോട്ട് വന്നാൽ വീണ്ടും ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ അല്ലെങ്കിൽ കലാലയങ്ങൾ ഉണ്ടാകും. കൃത്യമായി ഇതിനെ തെറ്റിന്റെ തെറ്റ് തന്നെ കൃത്യമായി തിരിച്ചറിയാൻ വേണ്ടി നമുക്ക് കഴിയണം. ഇത് നടപ്പിലാക്കിയവരെ അല്ലെങ്കിൽ അവർ ഉയർത്തിപ്പിടിക്കുന്ന ഇത്തരത്തിലേക്കുള്ള പ്രവണതകൾ അവസാനിപ്പിക്കാൻ വേണ്ടി മാധ്യമങ്ങൾ കൂടി അത്തരത്തിലുള്ള വാർത്തകൾക്ക് പിന്തുണ നൽകാൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ വേണ്ട ശ്രമം നിങ്ങൾ കൂടി നടത്തണം. ഒരൊറ്റ കാര്യം കൂടി, അതായത് സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ തോതിൽ പ്രചരിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഈ ഇന്നലെ ഇതിന്റെ ശവഘോഷയാത്ര നടക്കുന്ന സമയത്ത് CPM തിരുവനന്തപുരത്ത് മെഗാ പെരുവാർത്ത കളിക്കുകയായിരുന്നു എന്നതാണ് അവരുന്നയിക്കുന്ന ഒരു ആരോപണം. ആ പരിപാടി മാറ്റി വെക്കാമായിരുന്നു. അത് ഉചിതമായിട്ടാണ് സഭയിൽ അത് പരിപാടി നടത്തിയത് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. പിന്നെ ഞങ്ങൾ നടത്തിയത് ഘോഷയാത്രയല്ല, വിലാപയാത്രയാണ്. വിലാപയാത്ര എന്നല്ലേ ഞാൻ പറയാം. അല്ല, ഘോഷയാത്ര എന്നാണ് വാക്ക് ഞങ്ങൾക്ക് വിലാപയാത്രയാണ്. മറ്റൊന്ന്, മുമ്പ് നടന്ന ഈ സംഭവങ്ങൾ വെച്ച് ഇതിനെ ന്യായീകരിക്കാൻ വ്യക്തിയാണോ വേണ്ടത് എന്നതാണ് ഞങ്ങൾ ചോദിച്ചത്. മുമ്പ് അത്തരത്തിലൊന്നും നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ പുറത്താക്കിയിട്ടില്ല, അതാണ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഇതിൽ അവരും ചെയ്യേണ്ടതില്ല എന്ന നിലയിലല്ല കാണുന്നത്. അത്തരത്തിലുള്ള അക്രമ സംഭവങ്ങൾ ഇനി ഇല്ലാതെയാക്കാനുള്ള ഒരു സമീപനമാണ് നമ്മളുണ്ടാവുന്നത്. അത്തരത്തിലുള്ള അക്രമ സംഭവങ്ങളെ കൃത്യമായി അപലപിക്കാൻ, അത്തരം ആളുകളെ ഒറ്റപ്പെടുത്താനുള്ള ശ്രമമാണ് നടത്തുന്നത്. ഈ സ്കൂളുകളിൽ നിന്ന് ഈ രാഷ്ട്രീയം പോലുള്ള കുറെ പ്രശ്നങ്ങൾ അവിടെ പരിഹരിച്ചു എന്നാണ് പൊതുവെ രക്ഷിതാക്കളൊക്കെ സംസാരിക്കുന്നത് മനസ്സിലാക്കുന്നത്. രാഷ്ട്രീയം അങ്ങനെ എന്തെങ്കിലും നിയന്ത്രണങ്ങൾ വരേണ്ടതുണ്ട്. സ്കൂളുകളിൽ പല നിലക്കുള്ള റാങ്കിങ്ങും കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഇന്ത്യയില് വിദ്യാർത്ഥി സംഘടനകൾ ഒന്നും പ്രവർത്തിക്കാത്ത പല സ്ഥലങ്ങളിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പറയപ്പെട്ട സംസ്ഥാനമാണ് തമിഴ്നാട്. ഒരു വിദ്യാർത്ഥി സംഘടനയും പ്രവർത്തിക്കാത്ത കലാലയങ്ങളിലാണ്, സെന്റ് ആൻസ് കോളേജുകളിലാണ് ഒരുപാട് കുട്ടികൾ പറയപ്പെട്ടിട്ടുള്ളത്. ഇന്ത്യയിൽ സംഘടനകൾ പ്രവർത്തിക്കാൻ അനുവദിക്കാത്ത IIT-കളിലും IIM-കളിലാണ് ഏറ്റവും കൂടുതൽ ആത്മഹത്യകൾ നടക്കുന്നത്. ഉൾപ്പെടെയുള്ള ആളുകൾ ആത്മഹത്യ ചെയ്യുന്നത്, ഒരുപാട് കൊലപാതകങ്ങൾ നമ്മുടെ ക്യാമ്പസുകളിൽ നടക്കും. അപ്പൊ രാഷ്ട്രീയം കൊലപാതകത്തിന് കാരണമല്ല. ഇപ്പൊ പല ഉത്തർപ്രദേശിലെ പല ക്യാമ്പസുകളിലേക്കും വന്നാൽ വെടിവെച്ച് കൊലപ്പെടുത്തുന്ന സ്ഥിതി അടക്കം കഴിഞ്ഞ 2017 ഉൾപ്പെടെ ക്യാമ്പസുകളിൽ റിപ്പോർട്ട് ചെയ്യുന്ന സ്ഥിതിക്കായി. അപ്പൊ അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഒരു രാഷ്ട്രീയ പ്രവർത്തനവും നടക്കാത്ത സ്ഥലത്താണ്. എന്നാൽ രാഷ്ട്രീയ പ്രവർത്തനം നടക്കുന്ന സ്ഥലത്ത് താരതമ്യേന അത്തരത്തിലുള്ള അക്രമങ്ങൾ ഇല്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. മാത്രമല്ല, രാഷ്ട്രീയത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ക്യാമ്പസുകളിൽ ആ നിലക്ക് ആത്മഹത്യകളും മറ്റുള്ള പ്രശ്നങ്ങളും റാങ്കിങ് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ കുറവാണ് എന്നുള്ളതാണ്. അപ്പൊ ഇത് ഒരു പക്ഷേ ആ നിലക്ക് തങ്ങൾക്ക് പ്രാതിനിധ്യമില്ലാത്ത അല്ലെങ്കിൽ തങ്ങളുടെ കൂടെ ആളുകൾ നിൽക്കാത്ത ക്യാമ്പസുകളിൽ ഇനി രാഷ്ട്രീയം കൂടി വേണ്ടതില്ല എന്ന തീരുമാനം അവർക്കോ പ്രവർത്തിക്കാൻ കഴിയുന്നില്ല, എന്നാൽ ആരും പ്രവർത്തിക്കേണ്ടതില്ല എന്ന ഒരു ലക്ഷ്യമാണോ KSU ഇതിന്റെ ഭാഗമായിട്ടുള്ളത് എന്നുള്ളത് വ്യക്തമാക്കും. ഈ ചോദ്യവും അതിലേക്കാണ്. അത്തരത്തിലുള്ള ഒരു ചർച്ച മറുഭാഗത്ത് നേരത്തെയും AK ആന്റണിയാണ് സ്കൂളുകളിൽ ഈ വിദ്യാർത്ഥി സംഘടന നിരോധിക്കുന്നത്. കാരണം അന്ന് KSU-ന് തിരിച്ചടി നേരിട്ടപ്പോഴാണ് അത്തരത്തിലുള്ള തീരുമാനം എടുത്തത്. ഇപ്പോ KSU-ലെ കുട്ടികൾ പൂർണ്ണമായും ക്യാമ്പസുകൾ തിരസ്കരിക്കാൻ വേണ്ടി തുടങ്ങിയപ്പോൾ വീണ്ടും നിരോധനം എന്ന് പറയുന്ന നിലയിലേക്ക്, ക്യാമ്പസ് രാഷ്ട്രീയം മോശം എന്ന് പറയുന്ന നിലയിലേക്ക് കൊണ്ടുവരികയാണ്. അതിപ്പോ ഈ ദേശീയ വിദ്യാഭ്യാസ നയവും അതുപോലെ തന്നെ ഒരു ഒട്ടനവധിയായിട്ടുള്ള പ്രതിസന്ധികൾ ക്യാമ്പസുകളിൽ നിൽക്കുമ്പോൾ രാഷ്ട്രീയം വേണ്ടതില്ല എന്ന് പറയുന്നത് ഇപ്പോ RSS-ഉം വലതുപക്ഷവും ഈ വിദ്യാഭ്യാസ മേഖലയെ പൂർണ്ണമായും അവർ കൈയടക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾക്ക് സഹായം നൽകുന്നതാണ്. അത് ആ നിലക്ക് കൂടി ഈ അക്രമത്തെ വൈകല്യം. ഇപ്പൊ ഈ SFI എപ്പോഴും തനിച്ചാണ്, ഒരു ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥ എപ്പോഴും ഉണ്ട്. ഈ ഇടത് വിദ്യാർത്ഥി സംഘടനകളിൽ നിന്ന് പോലും നിങ്ങൾക്ക് ഒരു പിന്തുണ കിട്ടുന്നില്ല. എപ്പോഴും ഒരു ഏകാധിപത്യം നിങ്ങൾ നടപ്പാക്കുന്നു എന്നാണ് എപ്പോഴും പരാതിയാണ് എല്ലാ
ഏകാധിപത്യം എന്നുള്ളതിന്റെ ഭാഗമായിട്ടല്ല. മറ്റ് ആളുകൾ അവരുടെ ശേഷിക്കനുസരിച്ച് അവരും പ്രവർത്തിക്കും, ഞങ്ങളുടെ ശേഷിക്കനുസരിച്ച് ഞങ്ങളും പ്രവർത്തിക്കും. ഇപ്പോ ഈ തനിച്ചെന്ന് പറയുമ്പോൾ മനസ്സിലാക്കാൻ ഞാനിപ്പോ ഈ അക്രമം ഉണ്ടായ സാഹചര്യവും തെരഞ്ഞെടുപ്പുമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. നമ്മളത് കൃത്യമായിട്ടുള്ളൊരു ഒരു ഡേറ്റയാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. നിങ്ങൾക്ക് പരിശോധിക്കാം. അപ്പോൾ കണ്ണൂർ ജില്ലയിൽ നടന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ക്യാമ്പസുകൾക്ക് എത്ര സ്ഥലത്ത് ജയിച്ചു. തനിച്ചല്ല, വിദ്യാർത്ഥികൾ ഒന്നുടങ്ങ് ഞങ്ങളുടെ പിന്നിലാണ്, ഞങ്ങളുടെ ഒപ്പമാണ്, ഞങ്ങളുടെ രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടാണ് എന്ന് തന്നെ നിങ്ങൾ കരുതണം. ഈ ASFന്റെ എന്ത് സമ്മേളനം എന്ത് വരുമ്പോഴും അവിടെ ഒന്നാം സ്ഥാനത്ത് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് SFI ആണ്. ഇപ്പോൾ അതൊരു സംഘടനക്കുള്ള കാര്യങ്ങൾ പല ചർച്ചകളും അവർ ഉയർത്തി പല കാര്യങ്ങളും പറയും. അത് ഇപ്പോ എന്തായാലും അഭിപ്രായ വ്യത്യാസങ്ങളിലാണ് സംഘടന തമ്മിലുണ്ടല്ലോ. അഭിപ്രായ വ്യത്യാസം ഇല്ലെങ്കിൽ പിന്നെ ഒരു ASF-ഉം SFI-യും വേണ്ട ആവശ്യമില്ല, ഒറ്റ സംഘടന മതിയല്ലോ. ആ തീർച്ചയായും ഞങ്ങൾ മുമ്പ് നടത്തിയിട്ടുള്ളതാണ്. അത്തരം ഒരുപാട് ക്യാമ്പയിനുകൾ ഞങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളതാണ്. അത്തരം തുടർ ചർച്ചകൾ ഒരുപാട് സംഘടിപ്പിച്ചിട്ടുള്ളതാണ്. ക്യാമ്പസുകളുടെ ജനാധിപത്യത്തിന് വേണ്ടിയിട്ടും ക്യാമ്പസുകളുടെ അക്രമത്തിനെതിരായിട്ടുള്ള